ഏകദേശം 2-2.5 വർഷം മുന്നേ നമ്മുടെ വീട്ടിലെ മൾബറിയുടെ കമ്പുകൾ മമ്മിയും പപ്പയും കൂടെ കോതി കഴിഞ്ഞപ്പോൾ വാവാച്ചി വഴക്കിട്ടു. അവൾക്കിത് ഈ മരങ്ങളൊന്നും മുറിക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അവർ വഴക്കുണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട് പണിയുന്നിടത്ത് കൊണ്ടുവന്ന് നട്ട മൾബറിയാണിത്. അവൾക്ക് ചെറിയൊരു തൂമ്പ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കൈത്തൂമ്പ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് അവൾ തോണ്ടിയൊക്കെ ഇങ്ങനെ വെച്ചു. പക്ഷേ പിന്നീട് ഞാൻ വന്നത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വളവും വെള്ളമൊക്കെ ഇട്ട് നല്ലപോലെ വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ എൻ്റെ കുഞ്ഞിന് മരമൊന്നും വെട്ടുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ഡേക്ക് സന്തോഷത്തോടെ അവളുടെ മൾബറിയിൽ നിന്ന് കായ പറിച്ച് നമ്മൾ സന്തോഷം പങ്കിടുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. ഈ മൾബറിയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വാവാച്ചിയോടുള്ള പോലത്തെ ഒരു വാത്സല്യമാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നല്ല വലിയ നല്ല മധുരമുള്ള മൾബറിയാണ് പിടിച്ചിരിക്കുന്നത്. ഈ മൾബറി സാധാ പിടിക്കുന്ന നോർമൽ മൾബറി ഉണ്ടല്ലോ, ആ മൾബറിയിൽ നിന്ന് വെട്ടിവെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ വാവാച്ചി നട്ടതാണെന്ന്. പക്ഷേ ഇത് ഇത്രയും നല്ല രീതിയിൽ വലിപ്പമുള്ള കായ പിടിക്കാൻ കാരണം ഇതിന് വളം ഇട്ട് കൊടുത്തത് കൊണ്ടാണ്. സാധാരണ മൾബറിക്കൊക്കെ നമ്മൾ വെറുതെ അങ്ങ് നട്ട് കളയുന്നതെന്നല്ലാതെ അത് പിന്നെ പറിക്കാനേ ചെല്ലാറുള്ളൂ. പക്ഷേ ഇതിന് വളമിട്ട് കൊടുത്താൽ നല്ല വലിയ കായ കിട്ടും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇതിനകത്ത് ഞാൻ ഇട്ട വളം എന്ന് പറഞ്ഞാൽ ഈ ജൈവവളത്തിൻ്റെ ഒരു മിക്സ് കിട്ടും നമുക്ക്. വളക്കടയിലൊക്കെ ചോദിച്ചാൽ മതി. വാഴയ്ക്കും തെങ്ങിനുമൊക്കെ ഇടുന്ന വളം, അത് ജൈവവളം വേണം, രാസവളമല്ല കേട്ടോ. അതാണ് ഞാൻ ഇട്ടത്. പിന്നെ ചാണകപ്പൊടി എല്ലാം ഞാൻ ഇടാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്ര നല്ല ഫലഭൂയിഷ്ടമായിട്ട്. വേറൊരു കാര്യം, ഇതിൻ്റെ തളിരിലയുണ്ടല്ലോ, അതുപോലത്തെ പിഞ്ചില, ഇത് തോരൻ വയ്ക്കാൻ, ചീര പോലെ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കും. അത് ഡയബറ്റിക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മരുന്നും കൂടെയാണ്. ഭയങ്കര ടേസ്റ്റി കേട്ടോ, ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചേമ്പലക്കകത്ത് പൊതിഞ്ഞ് സാധനം വാവച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ പോവുക. വാവാച്ചി ഫുഡുണ്ടാക്കിയോ? വാച്ചിക്കൊരു ഒരു സമ്മാനം. കൈ വാങ്ങിയില്ലേ, ഇങ്ങോട്ടോ. പേടിപ്പിക്കുന്നൊന്നുമല്ല, മക്കള് നട്ടതാ. മക്കള് കുഞ്ഞിലേ നട്ടതാ. ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയാണോ? എൻ്റെ കുഞ്ഞ് പാസ്തയൊക്കെ ഉണ്ടാക്കിയോ? വാവാച്ചിയുടെ ഫുഡൊക്കെ വാവാച്ചി തന്നെ ഉണ്ടാക്കിക്കോളും. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഡിന്നർ എപ്പോഴും തനിയെ ഉണ്ടാക്കിക്കോളും. കഴിച്ചോ? അയ്യോ, കഴുകണം മക്കളെ, കഴുകിയേ കഴിക്കാവൂ കേട്ടോ. അങ്ങനെ കഴുകി വെച്ച് നല്ല വലിപ്പമുള്ളതാട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ നല്ലതാ. ഓ, നല്ല മധുരം. ലിപ്സ്റ്റിക് ഇടാം. എന്തൊക്കെ ഫോൺ അടിക്കുന്നോ? എൻ്റെ മക്കളെ കഴിച്ചോ? എൻ്റെ മക്കളെ അധ്വാന ഫലമാണ് കേട്ടോ. ചിരിക്കും.